നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ഒന്ന് സമർപ്പിക്കാം. നമുക്ക് നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടെ ആയിരിക്കാം. കാരണം നമുക്ക് ഇങ്ങനൊരു ശുശ്രൂഷയിൽ നിയോഗത്തോടെ പങ്കെടുക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്, അതൊരവസരമാണ്, അതൊരനുഗ്രഹമാണ്. കാരണം നമുക്ക് നമ്മുടെ ഭവനങ്ങളിലിരുന്ന്, നമ്മുടെ വീടിൻ്റെ സാഹചര്യത്തിലിരുന്ന്, ആ ചെയറിലിരുന്നുകൊണ്ട് നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആരാധനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ഒരു ആരാധനയിൽ പങ്കെടുക്കാൻ കൊതിക്കുന്ന നാളുകളുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് അത് എത്തിക്കഴിഞ്ഞു. അതൊക്കെ ഒരു ഭാഗ്യമാണ്, ഒരവസരമാണ്. ഇതാ ദൈവത്തിൻ്റെ വാക്കുകളും ചൈതന്യവും നിങ്ങളുടെ വീടിൻ്റെ അകത്ത് സ്വരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സ്വരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ലോകത്തിൻ്റെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന സ്വരമല്ല, ദൈവത്തിൻ്റെ വചനങ്ങൾ വിളിച്ചു പറയുന്ന സ്വരമാണ് നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും ഓരോ മുറികളിലും ആ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വചനത്തിന് നിങ്ങളെ വിശുദ്ധീകരിക്കാൻ കഴിവുണ്ട്. ഈ വചനത്തിന് നിങ്ങളെ സൗഖ്യപ്പെടുത്താൻ കഴിവുണ്ട്. ഈ വചനത്തിന് നിങ്ങളെ രക്ഷിക്കാനുള്ള കഴിവുണ്ട്. അതെവിടെ നിങ്ങൾക്ക് മനസ്സിലാകും? യേശു വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തി. അപ്പോൾ ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ, ആ വചനം നിങ്ങൾ രോഗികളാണെങ്കിൽ ആ രോഗത്തിന്റെ മേൽ സൗഖ്യമായി അത് മാറും. ഈ ആരാധന സൗഖ്യത്തിന്റെ സമയമായി അത് മാറും, വിടുതലിന്റെ സമയമായി മാറും. പിശാചുക്കൾ വിറയ്ക്കുന്ന സമയമാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ആരാധനയുടെ പാട്ടിന്റെ സ്തുതിപ്പിന്റെ സ്വരം മുഴങ്ങുന്ന സമയം. പിശാചുകൾ ഞെട്ടിവിറയ്ക്കുന്ന സമയമാണ്. ആ സ്വരത്തിന്റെ ആ പരിധിയിൽ പോലും, ആ ഒരു പരിധിയിൽ പോലും നിൽക്കാൻ പോലും ഒരു അന്ധകാര ശക്തിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. കാരണം അത്രമേൽ ശക്തിയുള്ള ദൈവത്തിന്റെ വചനമാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ വീടിനെ നോക്കി, ജീവിതത്തെ നോക്കി ചിലര് പറഞ്ഞിട്ടുണ്ടാവും, ഈ വീട് എന്തോ ഒരു സുഖമില്ലാത്ത വീടാണ്, ഈ വീട് ലക്ഷണമില്ലാത്ത വീടാണ്, ഈ വീട് നിങ്ങൾ വിറ്റു പോകണം, ഈ വീട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വിൽക്കണം, ഇത് പൊളിച്ചു പണിയണം. പല അഭിപ്രായങ്ങൾ കേട്ടിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടാവും. പക്ഷെ ഇന്ന് നിങ്ങളുടെ വീടിൽ ഈ ആരാധനയുടെ സ്വരം മുഴങ്ങുമ്പോൾ, ഈ പ്രാർത്ഥനയുടെ സ്വരം മുഴങ്ങുമ്പോൾ, എവിടെയാണ് കുഴപ്പം, എന്താണ് പ്രശ്നം എന്നൊക്കെ പറ, അതെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തെ, ആ ഭവനത്തെ ദൈവം വിടുവിക്കും. ദൈവം നൽകുന്ന സ്വാതന്ത്ര്യവും, ദൈവം നൽകുന്ന സന്തോഷവും, ദൈവം നൽകുന്ന സമാധാനവും, ദൈവം നൽകുന്ന സ്വസ്ഥതയും നിങ്ങളുടെ ഭവനങ്ങളിൽ നിലനിൽക്കാൻ തുടങ്ങും. കരങ്ങളെ നീട്ടിപ്പിടിച്ച് നമുക്കൊരു നിമിഷം ഈ നല്ല ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കണം, നമുക്കൊന്ന് ആരാധിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് വിശുദ്ധീകരണം അയക്കണമേ, സൗഖ്യത്തെ അയക്കണമേ, വിടുതലിനെ അയക്കണമേ, സമാധാനത്തെ പകരണമേ, സ്വസ്ഥതയെ പകരണമേ. യേശു നാമത്തിന്റെ ശക്തിയിൽ ഇന്ന് ഞങ്ങളുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. മഹത്വം, മഹത്വം. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് കേട്ട ദൈവവചനത്തിനകത്ത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിൽ ഒരു ഭാഗമുണ്ട്. ഒരു ഭവനത്തിൽ യേശു ചെയ്ത അത്ഭുതം. കാനായിലെ കുടുംബത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം ഇടപെട്ടത്. നിങ്ങളും ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിലായിരിക്കാം, നിങ്ങളുടെ കുടുംബവും ഒരു പ്രതിസന്ധിയിലായിരിക്കാം. കാനായിലെ കുടുംബത്തിൽ ഇടപെട്ട ദൈവം എൻ്റെ കുടുംബത്തിലും ഇടപെടും. എൻ്റെ കുടുംബത്തിലെ വിഷയങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കും. അവിടെ അത്ഭുതം നടക്കുവാൻ ചില കാരണങ്ങളുണ്ട്. എല്ലാവരും
കാനായിലെ കുടുംബത്തിൽ അത്ഭുതം നടന്നു. അത് വായിച്ചു മറിച്ചു, അടുത്ത അധ്യായം വായിച്ച് കടന്നു പോവുകയാണ്. എന്തുവാണ് അവിടെ സംഭവിച്ചത്? പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ആ ഭവനത്തിൽ പ്രത്യേകമാം വിധം ഉണ്ടായിരുന്നു. നമ്മളും വിമല പാതയിൽ എന്ന ഈ ശുശ്രൂഷയുടെ 33 ദിവസത്തിന്റെ ഒരു ദിവസത്തിലാണ് ഉള്ളത്. നമുക്ക് പ്രത്യേകമായുള്ളത്, നിങ്ങളുടെ കുടുംബത്തിലുള്ളത് അമ്മയുടെ ഒരു മാധ്യസ്ഥമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു കുറവ് അത് മനുഷ്യരറിയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഒരു കുറവ് ലോകത്തിനത് ആഘോഷമാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? എവിടെയാ കുറവെന്ന് നോക്കിയാ നടക്കുന്ന മനുഷ്യര് മുഴുവൻ. കുറവ് കിട്ടിയാലോ അത് ഒരു വെടിമരുന്നിന് തീ പിടിക്കുന്നത് പോലെ അത് ഒരു ഫോണിൽ നിന്ന് 100 ഫോണിലേക്ക് അത് വാട്സപ്പ് മെസ്സേജായോ ഫേസ്ബുക്കിലോ ഒക്കെ അങ്ങ് വേഗത്തിൽ അത് ആഘോഷമാക്കും. കുറവിനെ ആഘോഷമാക്കുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. എത്രയോ പേര് ഞങ്ങൾ ഇങ്ങനെ ഒരു കുറവിലായി പോയത് കൊണ്ട് തലകുനിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെന്നറിയാമോ? നമ്മൾ അത് ചിന്തിക്കത്തില്ല. പക്ഷേ അമ്മയുടെ മാധ്യസ്ഥം ആ വീടിനെ അനുഗ്രഹിച്ചത് എങ്ങനെയാണ്? ആ വീടിൻ്റെ ഒരു കുറവ് അമ്മ അറിഞ്ഞപ്പോൾ അത് മറ്റൊരു സ്ത്രീയോട് പോലുമല്ല അത് പറഞ്ഞത്. പരിചയമുള്ളൊരു സ്ത്രീയോടല്ല പറഞ്ഞു. എനിക്കൊരു സംശയമുണ്ട്, ഇവർക്ക് വീഞ്ഞ് തികയോ, എന്നാ ചെയ്യണ്ടേ, കുറവാ, ഇവരെന്ത് നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇതിനൊരു അളവൊക്കെ വേണ്ടേ, ഇതിന് കണക്കൊന്നും ഇല്ല, ഇവർക്ക് ആരും നോക്കി നടത്തുന്നതൊന്നും ആരോടും പറഞ്ഞില്ല. പരിഹരിക്കാൻ കഴിവുള്ളവനോട് അത് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു കുറവ് അയൽക്കാർക്കും നാട്ടുകാർക്കും ദേശത്തിലുള്ളവർക്കൊക്കെ പരിഹാസ വിഷയവും കളിയാക്കേണ്ട വിഷയവും ആഘോഷമായിരിക്കും. അത് ഒരു കുറവ് കിട്ടിയാൽ ലോകമതങ്ങ് അടിച്ചാഘോഷിക്കും അത്. എന്നാൽ കുറവിനെ ആഘോഷമാക്കുന്ന സ്ഥലമല്ല ബൈബിളിൽ കണ്ടത്. അമ്മയുടെ മാധ്യസ്ഥം കുറവിനെ പരിഹരിക്കുന്നൊരാഘോഷമായി അത് മാറി. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു ആഘോഷമാണ് ഇന്ന് സ്വർഗത്തിൽ നടക്കുന്നത്. നിങ്ങളുടെ കുറവിനെ ആഘോഷിക്കുന്ന ആളുകൾ ഇഷ്ടം പോലുണ്ട്, പക്ഷെ അത് പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ആരും ഉണ്ടാവില്ല. അമ്മ ചെന്ന് ഈശോയോട് പറയുന്നു, ഇവർക്ക് വീഞ്ഞില്ല. അപ്പോൾ അമ്മ പറയുന്നത് ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്യാനല്ല. അമ്മ ആ വീട്ടിൽ പറഞ്ഞു, ഞാൻ പറയുന്നത് ആരും ചെയ്യണ്ട. അവൻ പറഞ്ഞാൽ, എന്തേലും പറഞ്ഞാൽ അത് നിങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞു. എനിക്കും നിങ്ങളോട് ഈ പ്രതിസന്ധിയിലും വിഷമത്തിലും നിയോഗത്തിലൊക്കെ പങ്കെടുക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, ദൈവം പറയുന്നത്, ദൈവം നിങ്ങളുടെ കുടുംബത്തോട് ചിലത് പറയും, നിങ്ങളുടെ ജീവിതത്തോട് ചിലത് പറയും. ചിലത് വേണമെന്നും ചിലത് വേണ്ടെന്നും ഒക്കെ ദൈവം നിങ്ങളോട് പറയും. അപ്പോൾ അതനുസരിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ നിങ്ങൾ അനുഭവിക്കും. അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. കാരണം ദൈവം കൂടെയുള്ള ഒരു സമയമാണ്. യേശു പറഞ്ഞു, വെള്ളം നിറയ്ക്കുവിനെന്ന് പറഞ്ഞു. അവർ വെള്ളം കോരി കൽഭരണികൾ നിറച്ചു എന്നെഴുതിയിട്ടുണ്ട്. വക്കോളം നിറച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ അത്ഭുതം നടക്കാൻ കാരണം ദൈവത്തിന്റെ വാക്കനുസരിക്കുന്ന ചിലര് ആ കല്യാണ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ സാഹചര്യത്തിലിരുന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, പാടാനും കൈകൊട്ടാനും സ്തുതിക്കാനും ആളുണ്ട്. പക്ഷെ ദൈവം പറയുന്ന അനുസരിക്കാൻ നിങ്ങളുടെ വീട്ടിൽ ഒരാളേലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അനുസരിക്കുന്ന നിങ്ങളിലൂടെ അനുഗ്രഹം സംഭവിക്കും. എല്ലാവരിലൂടെ അല്ല കേട്ടോ അനുഗ്രഹം. ദൈവത്തിന്റെ വാക്കനുസരിക്കുന്ന ഒരാൾ ആ വീട്ടിലുണ്ടെങ്കിൽ അയാളിലൂടെയാണ് ആ വീട് അനുഗ്രഹിക്കപ്പെടുക. അയാളിലൂടെയാണ് ആ പ്രശ്നത്തെ പരിഹരിക്കപ്പെടുക. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനെ പരിഹസിക്കരുത്, ദൈവവചനം വായിക്കുന്നവനെ കളിയാക്കരുത്. കാരണം അവനിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം നീയും നാളെ ഒരു സമയത്ത് അനുഭവിക്കുന്ന സാഹചര്യം വരും. ഉടനെ ആ വീടിന്റെ പ്രത്യേകത, ദൈവം പറഞ്ഞ, യേശു പറഞ്ഞ വാക്ക് അനുസരിക്കുന്ന കുറച്ച് നല്ല ആളുകൾ ആ വീട്ടിലുണ്ടായിരുന്നു. അവരന്നേരെ തർക്കുത്തരം പറഞ്ഞില്ല. വീഞ്ഞു തീരുമ്പോ വെള്ളമാണോ കോരുന്നതെന്ന് ചോദിച്ചില്ല. ആരും അതിന്റെ സയന്റിഫിക് വിഷയങ്ങളെ കുറിച്ച് പഠിക്കാനും വിമർശിക്കാനും ഒന്നും പോയില്ല. അവരനുസരിച്ചു. അനുസരിക്കാൻ തയ്യാറാണോ? ഐശ്വര്യം അനുഭവിക്കും. ഐശ്വര്യം അനുഭവിക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വാക്ക് നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ കുടുംബത്തിൽ ചില നന്മകൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇനി ആ വീടിന് പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. വീഞ്ഞ് തീർന്നു പോയാൽ വീഞ്ഞുള്ളിടത്തു നിന്നാ കൊണ്ടുവരേണ്ടത്. വീഞ്ഞ് എവിടെ നിന്നാ ഉണ്ടായെന്നറിയാം. ദൈവം ആ വീട്ടിന്റെ അവിടെ തന്നെയുള്ളൊരു കിണറ്റിൽ നിന്നാണ്.
ഇത്ര അടുത്തുണ്ടായിരുന്നെങ്കിൽ നേരത്തെ കോരിയാ പോരായിരുന്നോ? പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ മറച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ദൈവവചനം അനുസരിച്ചാൽ നിങ്ങൾ അത് അനുഭവിക്കാൻ തുടങ്ങും. ഇനി എന്തിനെയാ നിറച്ചത്? കിണറ്റിലെ വെള്ളത്തെ അല്ല ആശീർവദിച്ചത്, കിണറ്റിൽ നിന്ന് കോരിയെടുത്ത് നിറച്ച വെള്ളത്തെയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഇന്ന് നിറച്ചു വച്ചിരിക്കുന്ന പ്രാർത്ഥനയുണ്ട്, വിശ്വാസമുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ മധുരമുള്ള അനുഭവമാക്കി മാറ്റുന്നത്. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ കൊടുക്കാം. വെള്ളം, ആ വെള്ളത്തിന്റെ കളറ്, നിറം, രുചി ഒക്കെ നമുക്കറിയാം. എന്നാൽ വീഞ്ഞിന്റെ രുചിയും മണവും വിലയും ഒക്കെ വേറെയാ. വേറൊരു വസ്തുവാണത്. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റാൻ ലോകത്തിലുള്ള ഒരു സയന്റിസ്റ്റിനും സാധിച്ചു എന്ന് വരില്ല, ഏറ്റവും വലിയ സമ്പന്നനും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് ഇത്ര വലിയ കാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെങ്കിൽ ഈ അത്ഭുതം നടന്നത് ഒരു വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ ഭവനം ഈ ദിവസം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. ദിനവും യേശുവിന്റെ കൂടെ ദൈവം നമ്മുടെ കൂടെ, ദൈവം നമ്മുടെ കൂടെ. കരങ്ങളെ ഒന്ന് നീട്ടിപ്പിടിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ ഉണ്ടാകണമേ. ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഭവനത്തെ അങ്ങ് ആശീർവദിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ. ഞങ്ങളുടെ ഭവനത്തിന്റെയും വ്യക്തി ജീവിതത്തിന്റെയും കുറവുകളെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.